തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണയിൽ കടയടച്ച് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന KM ജ്വല്ലറി ഉടമകളായ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറ് കൊണ്ട് ഇടിച്ചിട്ട് ആക്രമിച്ച് 3.5 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ 9 പേർ കൂടി പിടിയിൽ. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 13ആയി. കവർച്ച ചെയ്ത 3.5 കിലോ സ്വർണത്തിൽ പകുതി സ്വർണം കണ്ടെടുത്തതായും സൂചന. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയും ചെയ്യുന്ന പാറക്കെട്ട് വീട്ടിൽ വിപിൻ, താമരശ്ശേരി അടിവാരം സ്വദേശികളായ ആലമ്പടി ഷിഹാബുദ്ദീൻ, പുത്തൻ വീട്ടിൽ അനസ്, പിണറായി എരുവെട്ടി സ്വദേശി കിഴക്കേപ്പറമ്പത്ത് അനന്തു, തൃശൂർ വെള്ളാനിക്കര സ്വദേശി കൊട്ടിയാട്ടിൽ സലീഷ്, കിഴക്കുംപാട്ടുകര സ്വദേശി പട്ടത്ത് മിഥുൻ എന്ന അപ്പു, പാട്ടുരക്കൽ സ്വദേശി കുറിയേടത്ത് മനയിൽ അർജുൻ, പീച്ചി ആലപ്പാറ സ്വദേശി പയ്യങ്കോട്ടിൽ സതീഷ്, കണ്ണറ സ്വദേശി കഞ്ഞിക്കാവിൽ ലിസൺ എന്നിവരെയാണ് കണ്ണൂർ, തൃശൂർ, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലപ്പുറം SP R വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കൂത്തുപറമ്പ് പത്തായക്കുന്ന് പാട്യം സ്വദേശികളായ ശ്രീരാജ് വീട്ടിൽ നിജിൽ രാജ, ആശാരിക്കണ്ടിയിൽ പ്രഭിൻലാൽ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി കളിയങ്ങര സജിത് കുമാർ, എളവള്ളി സ്വദേശി കോരാം വീട്ടിൽ നിഖിൽ എന്നിവർ കവർച്ച നടത്തി തൃശൂർ ഭാഗത്തേക്ക് കാറിൽ പോകുന്ന സമയം തൃശൂർ പോലീസിന്റെ പിടിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം റിമാൻഡിലായ പ്രതികളിൽ 2 പേരെ ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് കൂടുതൽ പ്രതികളിലേക്ക് എത്തുവാനുള്ള സൂചന ലഭിച്ചത്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷൻ സമീപം വ്യാഴാഴ്ച രാത്രിയാണ് ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ പോവുകയായിരുന്ന സഹോദരങ്ങളുടെ സ്വർണം കാറിൽ പിന്തുടർന്നെത്തിയ സംഘം കവർന്നത്. നടന്ന KM ജ്വല്ലറി അവിടെ നിന്ന് അവരുടെ ഓണേഴ്സ് പോകുന്ന വഴിക്ക് അവരെ തടഞ്ഞു നിർത്തി റോബറി നടത്തിയ കേസിനകത്ത് നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 5 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൂടാതെയും ഇതിൻ്റെ പ്ലാനിങ്ങിനകത്തും ഗൂഢാലോചനയിലും എല്ലാം അംഗങ്ങളായിട്ടുള്ള മറ്റ് എല്ലാവരും കൂടിയിട്ട് 13 വ്യക്തികളാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ പുറകിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ണൂർ ജില്ലക്കാരുണ്ട്, താമരശ്ശേരി കോഴിക്കോട് ജില്ലക്കാരുണ്ട്, പിന്നെ നേരത്തെ തൃശ്ശൂർ ജില്ലാ പോലീസ് ആദ്യ ഘട്ടത്തിൽ പിടിച്ചതുപോലെയുള്ള തൃശ്ശൂർ ജില്ലക്കാരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഈ കുറ്റകൃത്യം കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തോടു കൂടി തന്നെ ചെയ്തിരുന്നതാണ്. ഏകദേശം ഒരു 1.5-2 വർഷം മുൻപ് ഒരു റെഗുലർ തെഫ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 2 വ്യക്തികൾ, അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള 2 പ്രതികൾ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അവർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് പിടിക്കുകയും അവരത് ഡിസ്കസ് ചെയ്ത് കാലാകാലങ്ങളിൽ അത് ഡെവലപ്പ് ചെയ്ത് ഏത് സമയത്താണ് താരതമ്യേന സെക്യൂരിറ്റി കുറഞ്ഞ കുറച്ച് പ്രായമെത്തിയ ഓണേഴ്സ് തന്നെയാണ് ഈ ജ്വല്ലറി മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ സ്വർണം ദിവസേന കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ വരവും പോക്കും എല്ലാം നിരീക്ഷിച്ച് അതിനുശേഷം ഇത് കണ്ണൂരുള്ളൊരു സംഘവുമായിട്ട് ഷെയർ ചെയ്യുകയും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ജയിലിൽ നിന്നാണ്, ജയിലിൽ പരസ്പരമുള്ള ബന്ധത്തിൽ നിന്ന് അവിടെ നിന്ന് അത് ഡെവലപ്പ് ആവുകയും അതിനുശേഷം ഇതിന് ഉതകുന്ന ഈ ഓപ്പറേഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ഉതകുന്ന വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ അവരിത് വന്ന് കാണുകയും ഈ മാസം 6-ാം തീയതിയോ മറ്റോ ആണ് ഒരു ഫസ്റ്റ് വിസിറ്റ് ഈ ഏരിയയിൽ പെരിന്തൽമണ്ണയ്ക്ക് വരുന്നത്. ഈ വരുന്നവരാരും മലപ്പുറംകാരല്ല, ഈ പറഞ്ഞ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ വന്ന് ഇതെല്ലാം പരിശോധിച്ച് പോയി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ പങ്കെടുത്തവരെയും ഇപ്പം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അവരന്ന് വന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോയി. അതിനുശേഷം ഇതിൻ്റെ ഇടയിലൊരു 11-ാം തീയതിയോ മറ്റോ ആണ് അവർ ആദ്യം ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നത്. അന്നേ ദിവസം ഇതിൻ്റെ ഇൻഫോർമൻസ് എല്ലാവരുടെ റെഡി ആയിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യവശാൽ അന്നേ ദിവസം നടന്നില്ല. അന്നേ ദിവസം ഈ ഓപ്പറേഷൻ നടക്കാതിരുന്നതുകൊണ്ട്
പുതിയ ടീമുകളെ തൃശ്ശൂരിൽ നിന്ന് അറേഞ്ച് ചെയ്ത് പിന്നീടാണ് ഈ നമ്മളുടെ D-Dayയിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. ഓപ്പറേഷന് ശേഷം അവർ ഓൾറെഡി കണ്ടെത്തിയിരുന്ന പോലെ തന്നെ വന്നത് തന്നെ ഒരു മെറാസോ വെഹിക്കിളിലാണ്. പോലീസ് അന്നേ ദിവസം തന്നെ സംഭവം നടന്ന് 8:30 തൊട്ട് കഴിഞ്ഞ സമയത്താണ് ഇൻഫർമേഷൻ പോലീസിൽ കിട്ടുന്നത്. ഉടനടി തന്നെ നമ്മളത് ഈ മഹീന്ദ്ര മെറാസോ അതൊരു വളരെ വിരളമായിട്ടുള്ള വാഹനമായതുകൊണ്ട് അത് കണ്ടെത്തുക, ആ വാഹനത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തൃശ്ശൂർ റേഞ്ച് DIG അവർ അദ്ദേഹത്തിൻ്റെ തോംസൺ ജോസ് IPS അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും അലേർട്ട് കൊടുത്തു. അങ്ങനെ തൃശ്ശൂർ പോലീസ് രാത്രിയിലും മലപ്പുറവും പാലക്കാടും എല്ലാ പോലീസുകളും ഇത് ഈ വാഹനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതാണ്. തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് പിടിച്ചത് അത് ഓൾറെഡി ന്യൂസ് റിപ്പോർട്ടഡാണ്. അതിൽ നിന്ന് ബാക്ക് വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഈ ഓപ്പറേഷനിൽ മൊത്തം 9 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ വാഹനം അന്നേ ദിവസം വൈകുന്നേരം ഇവിടങ്ങളിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന് ഇദ്ദേഹം 2 പേരും പോകുന്നതിനെ ട്രെയിൽ ചെയ്ത് പോയി ഇവർ പറഞ്ഞ പോലെ തന്നെ അറ്റാക്ക് ചെയ്ത് പെപ്പർ സ്പ്രേ എല്ലാം അടിച്ചതിന് ശേഷം ഇത് കവർച്ച നടത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. കൊണ്ടുപോയി ഇതിൽ 5 വ്യക്തികൾ ആ വാഹനത്തിൽ തുടരുകയും 4 പേര് ഈ സ്വർണ്ണമായി മറ്റൊരു വാഹനത്തിൽ ഷൊർണൂർ ഭാഗത്തായിട്ടൊരു സ്ഥലത്ത് ഇവർ കൈമാറ്റം നടത്തി മാറിപ്പോവുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് നമ്മളുടെ അന്വേഷണം ഈ 2 തലത്തിലേക്കും ഇതിൻ്റെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ടീം വരുന്ന വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. അവരുടെ പുറകെയുള്ള ഒരു 3 ടീമുകളായിട്ട് തിരിഞ്ഞ് അവരുടെ പുറകെ ട്രെയിനിൽ പോയി. തൃശ്ശൂരിൽ നിന്ന് ഈ ഓപ്പറേഷൻ ആക്ച്വലി കണ്ടക്ട് ചെയ്തതിനകത്ത് മെജോറിറ്റി 9 പേരിൽ എനിക്ക് തോന്നുന്നു 6 പേരല്ലേ 6 പേര് തൃശ്ശൂരുകാരാണ്. അവരെയും ട്രെയിൽ ചെയ്ത് പോയി. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എൻ്റെ എൻറ്റയർ ടീം ഇൻക്ലൂഡിങ് DYSP ഫീൽഡിൽ ഇറങ്ങി ആളുകളെ വീടുകളിലും മറ്റും സെർച്ചുകൾ നടത്തി. അങ്ങനെ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ ഇതിൽ നഷ്ടപ്പെട്ട സ്വർണത്തിലൊരു മെജോർ ഭാഗം ഞങ്ങൾക്ക് സൂചനകളെല്ലാം ഉണ്ട്. അതായത് റിക്കവറി എൻ്റെ കോടതി നടപടി പ്രകാരം സീഷറുകൾ എടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ചിലത് വിൽപ്പനയുമായിട്ടുണ്ട്. അതും ബന്ധപ്പെട്ട ജ്വല്ലറികൾ അവരുടെ ഓണേഴ്സിൽ നിന്ന് അത് തിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയറൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് തന്നെയായാലും ഓൾമോസ്റ്റ് എത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റി പറയുന്നത്? അറൗണ്ട് 2.2 kg, ഐ മീൻ ഇൻക്ലൂഡിങ് 1.7 or 1.8 മറ്റോ ആണ് ഗോൾഡ് ഉള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ റിക്കവറിയിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളത്. എടുത്ത് തൂക്കിയതിന് ശേഷം ഒരു 2 കിലോ 200 ഗ്രാമോ അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് റിക്കവറി ഇൻക്ലൂഡിങ് അതിൻ്റെ മണി വാല്യൂ റിക്കവറിയുടെ ആംഗിളിലായിട്ട് എത്തിയിട്ടുണ്ട്. പ്രതികളെ ഞങ്ങൾ ഇപ്പം ഓൾറെഡി എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നും ഹാജരാക്കുന്നുണ്ട്. അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടർ ചോദ്യങ്ങളും പലതും ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഈ മെറാസോ വെഹിക്കിളിൻ്റെ കാര്യത്തിനകത്ത് ഇവർ ഫേക്ക് നമ്പർ പ്ലേറ്റ്സ് ആയിരുന്നു. എന്നിട്ടും തൃശ്ശൂർ ജില്ലാ പോലീസ് അത് വളരെ സമർത്ഥമായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് രാത്രി തന്നെ ഡിറ്റക്ട് ചെയ്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായകരമായ ഫേക്ക് നമ്പർ പ്ലേറ്റ്സ് അടക്കം ഓൾറെഡി റിക്കവറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി അത് സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അവരെവിടെയാണ് അത് ഡിസ്പോസ് ചെയ്തതെന്നുള്ള അടക്കം വളരെ വിജനമായിട്ടുള്ളൊരു പാതയോരത്തൊക്കെയാണ് അത് ചെയ്തിരുന്നത്. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരുന്നതാണ്. വളരെ സമർത്ഥമായിട്ട് തന്നെ എൻ്റെ ഉദ്യോഗസ്ഥർ ഇത്രയും ഓഫീസേഴ്സും പിന്നെ പെരിന്തൽമണ്ണ സി അദ്ദേഹം ലീവിലാണ്. ഇത്രയും പേരാണ് ഇതിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ചത്. ഓഫ്കോഴ്സ് ജില്ലയിലെ എല്ലാ ക്രൈം ഡിറ്റക്ഷൻ ടീമുകളും ഇതിൻ്റെ പുറകിലുണ്ട്. ഓഫ്കോഴ്സ് തൃശ്ശൂർ പോലീസിൻ്റെ സപ്പോർട്ടും നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലൊരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിലൊരു സക്സസിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാവുന്ന ഒരു ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. ഇനിയുണ്ട്. അതെ, ഓപ്പറേഷനിൽ പങ്കെടുത്ത പ്രതികൾ ഇനിയൊരു 4 പേര് കൂടി പിടികിട്ടാനുണ്ട്. ഈ 4 പേരുടേതെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും പേരെ പല പല സ്ഥലത്തു നിന്നായിട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്സായി പോകുന്ന ഒരിതാണ്. അതിൻ്റെ പുറകെ ഓൾറെഡി ഇന്നും ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ടീം അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് മൊത്തം 13 പേര് അറസ്റ്റ് ചെയ്തു. 13 4 17 പേർ.